നമസ്കാരം. ചരിത്രത്തിന്റെ ഇടനാഴികളിലൂടെ മറ്റൊരു യാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത് 20-ാം നൂറ്റാണ്ടിലെ അമേരിക്കയുടെ ഹൃദയത്തിലൂടെയാണ്. സാമ്പത്തികമായി ആ രാജ്യം ആടിയുലഞ്ഞ ഒരു കാലം. മഹത്തായ സാമ്പത്തിക മാന്ദ്യം അഥവാ ദ ഗ്രേറ്റ് ഡിപ്രഷൻ എന്നറിയപ്പെടുന്ന ആ നാളുകൾ. പ്രതീക്ഷകൾ അസ്തമിച്ച, ദാരിദ്ര്യം സർവ്വസാധാരണമായ നിയമവാഴ്ചയെ സാധാരണക്കാർ സംശയത്തോടെ നോക്കിക്കണ്ട ഒരു കാലഘട്ടം. ബാങ്കുകൾ ഓരോന്നായി തകർന്നടിയുന്നു. ജനങ്ങൾക്ക് അവരുടെ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെടുന്നു. തൊഴിലില്ലായ്മ അതിന്റെ പാരമ്യത്തിൽ. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധനായ ഒരു കുറ്റവാളി ഉദയം ചെയ്യുന്നത്. നിയമപാലകരെയും ഭരണകൂടത്തെയും ഒരുപോലെ വെല്ലുവിളിച്ച, സാധാരണക്കാരിൽ ചിലർക്ക് വീരനായകനായി മാറിയ ഒരാൾ. അമേരിക്കയുടെ പൊതുശത്രു നമ്പർ 1 എന്ന് FBI മേധാവി ജെ. എഡ്ഗർ ഹൂവർ വിശേഷിപ്പിച്ച ജോൺ ഡില്ലിഞ്ചർ. ഇന്ന് നാം കേൾക്കാൻ പോകുന്നത് ജോൺ ഹെർബർട്ട് ഡില്ലിഞ്ചർ എന്ന ആ മനുഷ്യന്റെ കഥയാണ്. ഒരു സാധാരണ കർഷകന്റെ മകനായി ജനിച്ച് അമേരിക്കൻ നിയമസംവിധാനത്തെ മുൾമുനയിൽ നിർത്തിയ ഒരു കൊള്ളക്കാരനായി മാറിയ കഥ. സിനിമകളെപ്പോലും വെല്ലുന്ന ജീവിത മുഹൂർത്തങ്ങൾ നിറഞ്ഞ, ധീരതയും ക്രൂരതയും ഇടകലർന്ന ഒരധ്യായം. 1903 ജൂൺ 22-ന് ഇന്ത്യാനയിലെ ഇൻഡ്യാനാപോളിസിലാണ് ജോൺ ഡില്ലിഞ്ചർ ജനിച്ചത്. ജോൺ വിൽസൺ ഡില്ലിഞ്ചറിന്റെയും മേരി എലൻ മോളിയുടെയും 2 മക്കളിൽ ഇളയവനായിരുന്നു അവൻ. ഒരു പലചരക്ക് കടക്കാരനായിരുന്നു അവന്റെ അച്ഛൻ. വളരെ കർക്കശക്കാരനായൊരു മനുഷ്യൻ. മക്കളെ അച്ചടക്കത്തോടെ വളർത്തുന്നതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഡില്ലിഞ്ചർക്ക് 3 വയസ്സുള്ളപ്പോൾ അവന്റെ അമ്മ അസുഖബാധിതയായി മരിച്ചു. അമ്മയുടെ വേർപാട് ആ കൊച്ചുകുട്ടിയുടെ ജീവിതത്തിലുണ്ടാക്കിയ മാറ്റം വളരെ വലുതായിരുന്നു. അച്ഛൻ അധികം വൈകാതെ പുനർവിവാഹം ചെയ്തു. രണ്ടാനമ്മയുമായി ഡില്ലിഞ്ചർക്ക് നല്ല ബന്ധമായിരുന്നുവെങ്കിലും അച്ഛന്റെ കർശനമായ പെരുമാറ്റം അവനെ പലപ്പോഴും വീട്ടിനു പുറത്തേക്ക് നയിച്ചു. അവന്റെ കൗമാരകാലം അത്രയൊന്നും ശോഭനമായിരുന്നില്ല. പഠനത്തിൽ തീരെ താൽപ്പര്യം കാണിച്ചില്ല. സ്കൂളിൽ പോകുന്നത് പലപ്പോഴും മുടക്കി. കൂട്ടുകാരുമായി ചേർന്ന് ചെറിയ മോഷണങ്ങളും അടിപിടികളും പതിവായി. നഗരജീവിതത്തിന്റെ മോശം സ്വാധീനമാണ് തന്റെ മകനെ വഴിതെറ്റിക്കുന്നത് എന്ന അച്ഛൻ വിശ്വസിച്ചു. അങ്ങനെ 1920-ൽ ഡില്ലിഞ്ചർ കുടുംബം ഇന്ത്യാനയിലെ തന്നെ മൂർസ്വിൽ എന്ന ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് താമസം മാറി. ഒരു ഫാമിൽ പുതിയ ജീവിതം ആരംഭിച്ചാൽ മകന്റെ സ്വഭാവത്തിൽ മാറ്റം വരുമെന്ന് അദ്ദേഹം കരുതി. എന്നാൽ സംഭവിച്ചത് മറിച്ചായിരുന്നു. ഗ്രാമത്തിലെ ശാന്തമായ ജീവിതം ഡില്ലിഞ്ചറെ കൂടുതൽ അസ്വസ്ഥനാക്കി. നഗരത്തിലെ തിരക്കുകളും സാഹസികതകളും അവൻ വല്ലാതെ മിസ് ചെയ്തു. വൈകാതെ തന്നെ അവൻ സ്കൂൾ വിദ്യാഭ്യാസം പൂർണ്ണമായും ഉപേക്ഷിച്ചു. ഒരു ജോലിക്കും പോകാതെ രാത്രികാലങ്ങളിൽ കൂട്ടുകാരുമായി കറങ്ങി നടക്കുന്നത് അവന്റെ ശീലമായി. അച്ഛന്റെ നിയന്ത്രണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അവനൊരു വഴി കണ്ടെത്തി. 1923-ൽ തന്റെ 20-ാമത്തെ വയസ്സിൽ അവൻ അമേരിക്കൻ നേവിയിൽ ചേർന്നു. ഒരുപക്ഷേ സൈനിക സേവനം അവന്റെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമാകുമെന്ന് പലരും കരുതിയിരിക്കാം. എന്നാൽ അച്ചടക്കത്തിന്റെ ലോകം അവനുവേണ്ടി നിർമ്മിച്ചതായിരുന്നില്ല. കപ്പലിലെ ജീവിതം അവനെ മടുപ്പിച്ചു. അധികനാൾ പിടിച്ചു നിൽക്കാൻ അവനായില്ല. ഏതാനും മാസങ്ങൾക്കുള്ളിൽ അനുവാദമില്ലാതെ കപ്പലിൽ നിന്ന് മുങ്ങിയതിനെ അവനെ നേവിയിൽ നിന്ന് പുറത്താക്കി. ഡിസോണറബിൾ ഡിസ്ചാർജ് എന്ന നാണക്കേടുമായി അവൻ തിരികെ മൂർസ്വില്ലിലേക്കെത്തി. നാട്ടിൽ തിരിച്ചെത്തിയ ഡില്ലിഞ്ചർ എന്ത് ചെയ്യണമെന്നറിയാതെ അലഞ്ഞു. 1924-ൽ അവൻ ബെറിൽ എഥൽ ഹോവിയസ് എന്ന 16-കാരിയുമായി പ്രണയത്തിലാവുകയും അവളെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഒരു കുടുംബജീവിതം അവനെ മാറ്റുമെന്ന് ആ അച്ഛൻ വീണ്ടും പ്രതീക്ഷിച്ചു. ഒരു സ്ഥിരം ജോലി കണ്ടെത്താൻ ഡില്ലിഞ്ചർ ശ്രമിച്ചെങ്കിലും ഒന്നും ശരിയായില്ല. ജീവിത ചെലവുകൾ താങ്ങാനാവാതെ വന്നപ്പോൾ എളുപ്പത്തിൽ പണമുണ്ടാക്കാനുള്ള വഴികളെക്കുറിച്ച് അവൻ ചിന്തിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് എഡ് സിംഗിൾട്ടൺ എന്ന ഒരു സുഹൃത്തിനെ അവൻ കണ്ടുമുട്ടിയത്. സിംഗിൾട്ടൺ ഒരു പ്രാദേശിക ബേസ്ബോൾ കളിക്കാരനായിരുന്നു. ഒപ്പം ചെറിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരാളും. പണത്തിന് അത്യാവശ്യമുള്ള ഡില്ലിഞ്ചറെ സിംഗിൾട്ടൺ ഒരു മോഷണത്തിനു പ്രേരിപ്പിച്ചു. നാട്ടിലെ പ്രായം ചെന്ന ഒരു പലചരക്ക് കടക്കാരനെ കൊള്ളയടിക്കാൻ അവർ പദ്ധതിയിട്ടു. ആ കടക്കാരന്റെ കയ്യിൽ ധാരാളം പണമുണ്ടെന്ന് അവർ വിശ്വസിച്ചു. 1924 സെപ്റ്റംബർ 6-ന് രാത്രി അവർ ആ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചു. മുഖം മൂടി ധരിച്ച് ഡില്ലിഞ്ചർ കടയുടെ പിന്നിലൂടെ അകത്തുകയറി. എന്നാൽ ആ സമയത്ത് കടയുടമയായ ഫ്രാങ്ക് മോർഗൻ അവിടെ ഉണ്ടായിരുന്നു. ഒരു ശബ്ദം കേട്ട് സംശയം തോന്നിയ മോർഗൻ പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോൾ ഡില്ലിഞ്ചർ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പ് വടികൊണ്ട് അദ്ദേഹത്തിന്റെ തലയ്ക്കടിച്ചു. എന്നാൽ ആ അടിയേറ്റതും മോർഗൻ നിലവിളിക്കാൻ തുടങ്ങി. അതോടെ പദ്ധതി പാളി.
പേടിച്ചുപോയ ഡില്ലിഞ്ചറും സിംഗിൾട്ടണും ഒന്നുമെടുക്കാതെ അവിടെ നിന്നോടി രക്ഷപ്പെട്ടു. അതൊരു പരാജയപ്പെട്ട മോഷണശ്രമം മാത്രമായിരുന്നു. എന്നാൽ ആ സംഭവം ജോൺ ഡില്ലിഞ്ചറുടെ ജീവിതം മാറ്റിമറിക്കാൻ പോവുകയായിരുന്നു. ഓടി രക്ഷപ്പെട്ടെങ്കിലും അധികം വൈകാതെ തന്നെ പോലീസ് അവരെ പിരിച്ചറിഞ്ഞു. ഡില്ലിഞ്ചറുടെ അച്ഛൻ മകനെ നിയമത്തിനു മുന്നിൽ കീഴടങ്ങാൻ ഉപദേശിച്ചു. കുറ്റം സമ്മതിച്ചാൽ ശിക്ഷയിൽ ഇളവ് ലഭിക്കുമെന്ന പ്രോസിക്യൂട്ടറുടെ വാക്ക് വിശ്വസിച്ച് ഡില്ലിഞ്ചർ കുറ്റം സമ്മതിച്ചു. പക്ഷേ അവനെ കാത്തിരുന്നത് കടുത്ത ശിക്ഷയായിരുന്നു. ആയുധമുപയോഗിച്ചുള്ള ആക്രമണത്തിനും മോഷണശ്രമത്തിനും കോടതി അവനെ 10 മുതൽ 20 വർഷം വരെ തടവിന് ശിക്ഷിച്ചു. അവന്റെ കൂട്ടാളി സിംഗിൾട്ടണാകട്ടെ കുറ്റം നിഷേധിച്ച് വിചാരണ നേരിടുകയും വെറും 2 വർഷത്തെ തടവു മാത്രം നേടുകയും ചെയ്തു. 1924 തന്റെ 21-ാം വയസ്സിൽ ജോൺ ഡില്ലിഞ്ചർ ഇൻഡ്യാന സ്റ്റേറ്റ് പ്രിസണിലേക്ക് അയക്കപ്പെട്ടു. താൻ വഞ്ചിക്കപ്പെട്ടുവെന്ന് അവന് തോന്നി. നിയമവ്യവസ്ഥയോടുള്ള അവന്റെ വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ആ ജയിൽവാസം അവനെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റാൻ പോവുകയായിരുന്നു. പക്ഷേ അതൊരു നല്ല മാറ്റമായിരുന്നില്ല. അമേരിക്ക കണ്ട ഏറ്റവും വലിയ കൊള്ളസംഘത്തിന് രൂപം നൽകാൻ പോകുന്ന ഒരാളായിട്ടായിരുന്നു അവന്റെ ആ മാറ്റം. ജയിലിന്റെ ഇരുണ്ട ഇടനാഴികളിൽ വെച്ച് അവൻ പുതിയ പാഠങ്ങൾ പഠിക്കാൻ തുടങ്ങി. ജയിൽ അക്ഷരാർത്ഥത്തിൽ ഡില്ലിഞ്ചർക്ക് ഒരു സർവകലാശാലയായി മാറി. കുറ്റകൃത്യങ്ങളുടെ സർവകലാശാല. അവിടെ വെച്ച് അമേരിക്കയിലെ ഏറ്റവും അപകടകാരികളായ ബാങ്ക് കൊള്ളക്കാരെ അവൻ കണ്ടുമുട്ടി. ഹാരി പീറ്റ് പിയർപോണ്ട്, ചാൾസ് മാക്ലി, റസൽ ക്ലാർക്ക് തുടങ്ങിയവർ അവരിൽ ചിലരായിരുന്നു. കൊള്ളയടിക്കുന്നതിലും പോലീസിനെ വെട്ടിച്ചു കടന്നുകളയുന്നതിലും പ്രാവീണ്യം നേടിയവരായിരുന്നു അവർ. ഡില്ലിഞ്ചറിലെ ചെറുപ്പക്കാരനിലെ ധൈര്യവും എടുത്തുചാട്ടവും അവർ ശ്രദ്ധിച്ചു. അവർ അവനെ തങ്ങളുടെ സംഘത്തിലേക്ക് ക്ഷണിച്ചു. ജയിലിലെ നീണ്ട 9 വർഷക്കാലം ഡില്ലിഞ്ചർ വെറുതെയിരുന്നില്ല. അവനൊരു നല്ല വിദ്യാർത്ഥിയെപ്പോലെ കുറ്റകൃത്യങ്ങളുടെ ഓരോ പാഠങ്ങളും ഹൃദിസ്ഥമാക്കി. ഒരു ബാങ്ക് എങ്ങനെ നിരീക്ഷിക്കണം, എവിടെയാണ് പണം സൂക്ഷിക്കുന്നത്, സുരക്ഷാ സംവിധാനങ്ങൾ എങ്ങനെ മറികടക്കണം, ഏതു സമയത്ത് ആക്രമിക്കണം, രക്ഷപ്പെടാനുള്ള വഴികൾ എങ്ങനെ മുൻകൂട്ടി കണ്ടെത്തണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ അവൻ വൈദഗ്ധ്യം നേടി. പിയർപോണ്ടിന്റെ നേതൃത്വത്തിൽ അവർ ഒരു വലിയ പദ്ധതിക്ക് രൂപം നൽകി. ഒരു വൻ ജയിൽ ചാട്ടം. അവരുടെ പദ്ധതി ഇതായിരുന്നു. കൂട്ടത്തിൽ ഏറ്റവും ആദ്യം പരോൾ ലഭിക്കാൻ സാധ്യതയുള്ളത് ഡില്ലിഞ്ചർക്കായിരുന്നു. പുറത്തിറങ്ങിയാലുടൻ ഡില്ലിഞ്ചർ ഏതാനും ബാങ്കുകൾ കൊള്ളയടിച്ച് പണം കണ്ടെത്തണം. ആ പണം ഉപയോഗിച്ച് ആയുധങ്ങൾ സംഘടിപ്പിച്ച് തിരികെ വന്ന് തങ്ങളെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അതൊരു സിനിമാ കഥ പോലെ തോന്നാമെങ്കിലും അവർ അത് നടപ്പിലാക്കാൻ ഉറച്ചിരുന്നു. അങ്ങനെ 8.5 വർഷത്തെ ജയിൽവാസത്തിനു ശേഷം 1933 മെയ് മാസത്തിൽ ജോൺ ഡില്ലിഞ്ചർ പരോളിൽ പുറത്തിറങ്ങി. ജയിലിലേക്ക് പോയ 21-കാരനായ പയ്യനായിരുന്നില്ല തിരികെ വന്നത്. 30-കാരനായ അനുഭവസമ്പന്നനായ, ഉള്ളിൽ പ്രതികാരവും ലക്ഷ്യബോധവും എരിയുന്ന ഒരു കുറ്റവാളിയായിരുന്നു അത്. പുറംലോകം അവനെ കാത്തിരുന്നത് ശൂന്യതയോടെയാണ്. ജയിലിലായിരുന്ന സമയത്ത് ഭാര്യ ബെറിൽ അവനെ ഉപേക്ഷിച്ച് വിവാഹമോചനം നേടിയിരുന്നു. അവന് തിരികെ പോകാൻ ഒരിടമോ സ്നേഹിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. ആകെയുണ്ടായിരുന്നത് ജയിലിൽ വെച്ച് കൊടുത്ത ഒരു വാക്കുമാത്രമായിരുന്നു. പുറത്തിറങ്ങിയ ഡില്ലിഞ്ചർ സമയം പാഴാക്കിയില്ല. താൻ പഠിച്ച പാഠങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള സമയമായിരുന്നു അത്. 1933 ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള 4 മാസക്കാലം ഡില്ലിഞ്ചറും അവൻ പുറത്തുനിന്ന് സംഘടിപ്പിച്ച ഒരു ചെറിയ സംഘവും ചേർന്ന് ഒഹായോയിലും ഇൻഡ്യാനയിലുമായി 5ഓളം ബാങ്കുകൾ കൊള്ളയടിച്ചു. ഏകദേശം $75,000 അവർ സമ്പാദിച്ചു. അന്നത്തെ കാലത്ത് അതിൽ ഭീമമായ തുകയായിരുന്നു. ഓരോ കൊള്ളയിലും അവൻ തന്റെ വൈദഗ്ധ്യം തെളിയിച്ചു. വേഗതയും കൃത്യതയുമായിരുന്നു അവന്റെ മുഖമുദ്ര. ഒരു തുള്ളി രക്തം പോലും ചിന്താതെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്ത് മിനിറ്റുകൾക്കുള്ളിൽ രക്ഷപ്പെടുന്ന ശൈലി അവനെ കുപ്രസിദ്ധനാക്കി. പക്ഷേ ആ കുതിപ്പ് അധികനാൾ നീണ്ടുനിന്നില്ല. 1933 സെപ്റ്റംബർ 22-ന് ഒഹായോയിലെ ഡേറ്റണിൽ വെച്ച് പോലീസ് ഡില്ലിഞ്ചറെ അറസ്റ്റ് ചെയ്തു. ഇൻഡ്യാന ജയിലിൽ അവന്റെ കൂട്ടാളികൾ രക്ഷപ്പെടാനുള്ള ദിവസം കാത്തിരിക്കുമ്പോഴാണ് അവരുടെ രക്ഷകൻ വീണ്ടും അരിക്കുള്ളിലായത്. ഡില്ലിഞ്ചറെ ഒഹായോയിലെ ലീമ എന്ന സ്ഥലത്തുള്ള അലൻ കൗണ്ടി ജയിലിലേക്കു മാറ്റി. ജയിൽ ചാട്ടത്തിനുള്ള പദ്ധതികൾ അതോടെ അവസാനിച്ചു എന്നെല്ലാവരും കരുതി. എന്നാൽ ഇൻഡ്യാന ജയിലിലെ ഡില്ലിഞ്ചറിന്റെ കൂട്ടാളികൾ വെറുതെ ഇരിക്കുകയായിരുന്നില്ല. ഡില്ലിഞ്ചർ പുറത്തുനിന്ന് സഹായിക്കുമെന്ന പ്രതീക്ഷ അസ്തമിച്ചപ്പോൾ അവർ സ്വയം രക്ഷപ്പെടാൻ തീരുമാനിച്ചു. ഡില്ലിഞ്ചർ സഹായിച്ചുണ്ടാക്കിയ പദ്ധതി പ്രകാരം ഹാരി പിയർപോണ്ടും മാക്ലിയും ക്ലാർക്കും ഉൾപ്പെടെ 10 പേർ 1933 സെപ്റ്റംബർ 26-ന് ഇൻഡ്യാന സ്റ്റേറ്റ് പ്രിസണിൽ നിന്ന് അതിസാഹസികമായി രക്ഷപ്പെട്ടു. തോക്കുകളുമായി ജയിൽ ചാടിയ അവർക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: തങ്ങളുടെ നേതാവായ ഡില്ലിഞ്ചറെ ലീമ ജയിലിൽ നിന്ന് പുറത്തിറക്കുക. അങ്ങനെ
1933 ഒക്ടോബർ 12 ആ സംഭവം നടന്നു. ഹാരി പിയർപോണ്ടും ചാൾസ് മാക്ലിയും റസൽ ക്ലാർക്കും ഇൻഡ്യാന സ്റ്റേറ്റ് പ്രസിനിൽ നിന്ന് ഉദ്യോഗസ്ഥരെയും കൊണ്ട് ഡില്ലിഞ്ചറെ കൈമാറാനായി വന്നിരിക്കുകയാണെന്ന് പറഞ്ഞ് ലീമ ജയിലിലേക്ക് കയറിച്ചെന്നു. അവർ ശരിക്കും പോലീസ് ഓഫീസർമാരാണെന്ന് ജയിലിലെ ഷെരീഫ് സർബറും ഭാര്യയും വിശ്വസിച്ചു. ഡില്ലിഞ്ചറെ പാർപ്പിച്ചിരിക്കുന്ന സെല്ലിനടുത്തേക്ക് കൊണ്ടുപോകാൻ അവർ ആവശ്യപ്പെട്ടു. ഷെരീഫ് സർബർ അവരെ സെല്ലിനടുത്തേക്ക് കൊണ്ടുപോയ നിമിഷം പിയർപോണ്ട് തന്റെ കൈയിലൊളിപ്പിച്ച തോക്ക് പുറത്തെടുത്തു. അത് കണ്ട് ഞെട്ടിപ്പോയ ഷെരീഫ് തന്റെ തോക്കിനായി ശ്രമിച്ചതും പിയർപോണ്ട് അദ്ദേഹത്തിന് നേരെ വെടിയുതിച്ചു. ഷെരീഫ് ജസ് സർബർ തൽക്ഷണം കൊല്ലപ്പെട്ടു. ജയിലിന്റെ താക്കോലുകൾ കൈക്കലാക്കിയ അവർ ഡില്ലിഞ്ചറെ സെല്ലിൽ നിന്ന് മോചിപ്പിച്ചു. അമേരിക്കൻ ക്രിമിനൽ ചരിത്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധമായ കൊള്ളസംഘം ആ ജയിലിന്റെ പടിയിറങ്ങുമ്പോൾ രൂപം കൊള്ളുകയായിരുന്നു. വെറുമൊരു ബാങ്ക് കൊള്ളക്കാരനിൽ നിന്ന് ഒരു ഷെരീഫിന്റെ കൊലപാതകത്തിന് സാക്ഷിയായ അമേരിക്കയിലെ ഏറ്റവും അപകടകാരികളിൽ ഒരാളായി ജോൺ ഡില്ലിഞ്ചർ മാറുകയായിരുന്നു. ഇനി അവരെ പിടിക്കുക എന്നത് പോലീസിന്റെയും FBI-യുടെയും അഭിമാന പ്രശ്നമായി മാറി. അമേരിക്കൻ ജനത ഭയത്തോടെയും അതേസമയം കൗതുകത്തോടെയും ആ പേരുച്ചരിച്ചു തുടങ്ങി, ജോൺ ഡില്ലിഞ്ചർ. ലീമ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട ഡില്ലിഞ്ചറും സംഘവും ഒളിവിൽ പോയി. ഹാരി പിയർപോണ്ട്, ചാൾസ് മാക്ലി, റസൽ ക്ലാർക്ക്, ഹാരി കോപ്ലാൻഡ്, എഡ് ഷേവർ തുടങ്ങിയ കൊടും കുറ്റവാളികളടങ്ങിയ ആ സംഘം അമേരിക്കയുടെ നെഞ്ചിൽ ഭീതി വിതയ്ക്കാൻ തുടങ്ങി. അടുത്ത കുറച്ചു മാസങ്ങൾ അവർക്ക് കൊയ്ത്തുകാലമായിരുന്നു. ഇൻഡിയാനയിലും വിസ്കോൺസിനിലുമായി നിരവധി ബാങ്കുകൾ അവർ കൊള്ളയടിച്ചു. ഓരോ കൊള്ള കഴിയുമ്പോഴും അവരുടെ ധൈര്യം വർദ്ധിച്ചുവന്നു. അവർ പോലീസിനെ പരസ്യമായി വെല്ലുവിളിച്ചു. പലപ്പോഴും പോലീസ് സ്റ്റേഷനുകൾക്ക് സമീപമുള്ള ബാങ്കുകൾ പോലും അവർ കൊള്ളയടിച്ചു. അവരുടെ പ്രവർത്തന രീതി വളരെ ചിട്ടയോടുകൂടിയതായിരുന്നു. സംഘത്തിലെ ഓരോരുത്തർക്കും കൃത്യമായ പങ്കുണ്ടായിരുന്നു. ചിലർ ബാങ്കിനുള്ളിൽ ഇടപാടുകാരെയും ജീവനക്കാരെയും നിയന്ത്രിക്കുമ്പോൾ മറ്റു ചിലർ പുറത്ത് കാവൽ നിൽക്കും. ഡ്രൈവർ എപ്പോഴും കാർ സ്റ്റാർട്ട് ചെയ്ത് രക്ഷപ്പെടാൻ തയ്യാറായിരിക്കും. ഡില്ലിഞ്ചർ പലപ്പോഴും ഒരു സെയിൽസ്മാനെപ്പോലെ വേഷം ധരിച്ച് ബാങ്കിന്റെ പ്രവർത്തനം പഠിച്ച ശേഷമായിരുന്നു കൊള്ളയ്ക്ക് പദ്ധതിയിട്ടിരുന്നത്. അതിവേഗത്തിലുള്ള കാറുകൾ മോഷ്ടിച്ചായിരുന്നു അവർ രക്ഷപ്പെട്ടിരുന്നത്. ഫോർഡ് V8 പോലുള്ള കരുത്തുറ്റ എഞ്ചിനുകളുള്ള കാറുകളായിരുന്നു ഡില്ലിഞ്ചറുടെ പ്രിയപ്പെട്ട വാഹനം. ഒരു സംസ്ഥാനത്ത് കൊള്ളയടിച്ച ശേഷം അടുത്ത സംസ്ഥാനത്തേക്ക് കടന്നുകളയുന്ന അവരുടെ രീതി പോലീസിനെ വട്ടം കറക്കി. കാരണം അക്കാലത്ത് ഒരു സംസ്ഥാനത്തെ പോലീസിന് മറ്റൊരു സംസ്ഥാനത്ത് പോയി അന്വേഷണം നടത്താൻ പരിമിതികളുണ്ടായിരുന്നു. ഈ പഴുതാണ് ഡില്ലിഞ്ചർ സംഘം മുതലെടുത്തത്. അവർ വെറും കൊള്ളക്കാർ മാത്രമായിരുന്നില്ല, ആയുധധാരികളായ ഒരു ചെറിയ സൈന്യത്തെപ്പോലെയായിരുന്നു അവർ പ്രവർത്തിച്ചിരുന്നത്. തോംസൺ സബ്മഷീൻ ഗണ്ണുകൾ പോലുള്ള അത്യാധുനിക ആയുധങ്ങൾ അവരുടെ പക്കലുണ്ടായിരുന്നു. ഷിക്കാഗോയിലെ അധോലോകവുമായി ബന്ധം സ്ഥാപിച്ച അവർക്ക് ആയുധങ്ങൾ സുലഭമായി ലഭിച്ചു. പലപ്പോഴും പോലീസിന്റെ ആയുധപ്പുരകൾ കൊള്ളയടിച്ചും അവർ ആയുധങ്ങൾ സ്വന്തമാക്കി. ഈ സമയത്താണ് അമേരിക്കൻ ജനതയ്ക്കിടയിൽ ഡില്ലിഞ്ചർ ഒരുതരം വീരപരിവേഷം നേടാൻ തുടങ്ങിയത്. സാമ്പത്തിക മാന്ദ്യത്തിലെല്ലാം നഷ്ടപ്പെട്ട സാധാരണക്കാർ തങ്ങളുടെ പണം കൊള്ളയടിച്ച ബാങ്കുകളെ ഒരു ശത്രുവിനെ പോലെയാണ് കണ്ടിരുന്നത്. ആ ബാങ്കുകളെ തന്നെ തിരഞ്ഞുപിടിച്ച് കൊള്ളയടിക്കുന്ന ഡില്ലിഞ്ചർ അവരിൽ ചിലർക്കെങ്കിലും ഒരു റോബിൻഹുഡായി തോന്നി. കൊള്ളയ്ക്കിടയിൽ സാധാരണ ഇടപാടുകാരോട് ഡില്ലിഞ്ചർ മോശമായി പെരുമാറിയിരുന്നില്ല എന്നതും, അവരുടെ പണം എടുക്കാതെ ഞങ്ങൾക്കു വേണ്ടത് ബാങ്കിന്റെ പണമാണ്, നിങ്ങളുടേതല്ല എന്നു പറഞ്ഞിരുന്നതായുമുള്ള കഥകൾ കാട്ടുതീ പോലെ പടർന്നു. പത്രങ്ങൾ ഈ കഥകൾക്ക് വലിയ പ്രാധാന്യം നൽകി. ഡില്ലിഞ്ചറുടെ ധൈര്യവും പോലീസിനെ കബളിപ്പിക്കുന്ന രീതികളും അവർ ആഘോഷിച്ചു. അതോടെ ജോൺ ഡില്ലിഞ്ചർ ഒരു സാധാരണ കുറ്റവാളി എന്നതിലുപരി ഒരു സെലിബ്രിറ്റി ക്രിമിനൽ ആയി മാറി. എന്നാൽ നിയമത്തിന്റെ കണ്ണിൽ അവൻ വെറുമൊരു കൊടും കുറ്റവാളി മാത്രമായിരുന്നു. ഷെരീഫ് സർബറിന്റെ കൊലപാതകവും തുടർച്ചയായ ബാങ്കുകൊള്ളകളും പോലീസിനെ സമ്മർദ്ദത്തിലാക്കി. ഇന്ത്യാന പോലീസ് ഡില്ലിഞ്ചറെ പിടികൂടാൻ ഒരു പ്രത്യേക സംഘം തന്നെ രൂപീകരിച്ചു. ക്യാപ്റ്റൻ മാറ്റ് ലിയോപോൾഡിന്റെ നേതൃത്വത്തിലുള്ള ആ സംഘം ഡില്ലിഞ്ചർ സംഘത്തെ പിടികൂടാൻ രാവും പകലും പ്രവർത്തിച്ചു. 1933 ഡിസംബർ 14 ഷിക്കാഗോയിൽ വെച്ച് നടന്ന ഒരു ബാങ്ക് കൊള്ളയ്ക്കിടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ആ കൊള്ളയിൽ ഒരു പോലീസ് ഡിറ്റക്റ്റീവ് കൊല്ലപ്പെട്ടു. ഇതോടെ ഡില്ലിഞ്ചർ സംഘത്തിനെതിരായ അന്വേഷണം കൂടുതൽ ശക്തമായി. പലയിടങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞിരുന്ന സംഘത്തിന് ഒരുമിച്ചു നിൽക്കാൻ കഴിയാതെ വന്നു. അവർ പല ഗ്രൂപ്പുകളായി പിരിഞ്ഞു. ക്രിസ്മസ് ആഘോഷിക്കാൻ ഫ്ലോറിഡയിലേക്ക് പോയ ഡില്ലിഞ്ചറും സംഘവും അധികനാൾ അവിടെ ഒളിച്ചു താമസിച്ചില്ല. തണുപ്പുകാലം ചെലവഴിക്കാൻ അവർ അരിസോണയിലെ ടൂസോൺ എന്ന നഗരം തിരഞ്ഞെടുത്തു. അതൊരു വലിയ തെറ്റായിരുന്നു. പുതിയ മുഖങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ചെറിയ പട്ടണമായിരുന്നു ടൂസോൺ. അവിടെ ചരിത്രപ്രസിദ്ധമായ ഹോട്ടൽ കോൺഗ്രസിൽ അവർ മുറിയെടുത്തു. 1924 ജനുവരി 22 ആ ഹോട്ടലിൽ ഒരു തീപിടുത്തമുണ്ടായി. തങ്ങളുടെ മുറികളിൽ സൂക്ഷിച്ചിരുന്ന ആയുധങ്ങളും പണവും നഷ്ടപ്പെടുമോ എന്ന് ഭയന്ന ഡില്ലിഞ്ചർ സംഘത്തിലെ ഒരംഗമായ റസൽ ക്ലാർക്ക് 2 അഗ്നിശമന സേനകമാർക്ക് കൈക്കൂലി കൊടുത്ത് തങ്ങളുടെ പെട്ടികൾ താഴെ ഇറക്കിപ്പിച്ചു. ആ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ അഗ്നിശമന സേനകമാർ
പിറ്റേ ദിവസം ട്രൂ ഡിറ്റക്റ്റീവ് പോലുള്ള കുറ്റാന്വേഷണ മാസികകൾ വായിക്കുമ്പോൾ അതിലെ പിടികിട്ടാ പുള്ളികളുടെ ചിത്രങ്ങൾ ശ്രദ്ധിച്ചു. തങ്ങൾ തലേദിവസം കണ്ട ആളുകൾ മാസികയിലെ കുറ്റവാളികളാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അവർ തക്ഷണം പോലീസിനെ വിവരമറിയിച്ചു. അരിസോണയിലെ ടൂസോൺ പോലീസ് അതീവ രഹസ്യമായി ഒരു കെണിയൊരുക്കി. അടുത്ത 3 ദിവസത്തിനുള്ളിൽ വലിയൊരു ഏറ്റുമുട്ടലോ രക്തച്ചൊരിച്ചിലോ ഇല്ലാതെ പോലീസ് ഡില്ലിഞ്ചർ സംഘത്തിലെ പ്രധാനികളായ ചാൾസ് മാക്ലി, ഹാരി പിയർപോണ്ട്, റസൽ ക്ലാർക്ക് എന്നിവരെ ഓരോരുത്തരായി അറസ്റ്റ് ചെയ്തു. അവസാനം ജനുവരി 25-ന് ഒരു വീട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്ന ഡില്ലിഞ്ചറെയും അവർ വളഞ്ഞു. എതിർത്തു നിൽക്കാതെ ഡില്ലിഞ്ചർ പോലീസിന് കീഴടങ്ങി. അങ്ങനെ അമേരിക്കയെ വിറപ്പിച്ച ആ കൊള്ളസംഘം ഒരു ഹോട്ടലിലെ തീപിടുത്തവും 2 അഗ്നിശമന സേനകമാരുടെ ഓർമ്മശക്തിയും കാരണം നിയമത്തിന്റെ വലയിലായി. ഡില്ലിഞ്ചറെ വിചാരണക്കാളി ഇന്ത്യാനയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അവനെ പാർപ്പിക്കാൻ അവർ തെരഞ്ഞെടുത്തത് ചാടാൻ സാധ്യതയില്ലാത്ത ജയിലെന്ന് പേരെടുത്ത ഇന്ത്യാനയിലെ ക്രൗൺ പോയിന്റ് ജയിലായിരുന്നു. ഇന്ത്യാനയിലെ ക്രൗൺ പോയിന്റ് ജയിൽ അതിന്റെ സുരക്ഷാ സംവിധാനങ്ങളുടെ പേരിൽ പ്രശസ്തമായിരുന്നു. എസ്കേപ്പ് പ്രൂഫ് അഥവാ ചാടാൻ കഴിയാത്ത ജയിൽ എന്നായിരുന്നു അതിന്റെ വിളിപ്പേര്. ഷിക്കാഗോയിൽ നടന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിചാരണയ്ക്കാണ് ഡില്ലിഞ്ചറെ അവിടേക്ക് കൊണ്ടുവന്നത്. അമേരിക്കയിലെ ഏറ്റവും അപകടകാരിയായ കുറ്റവാളിയെ തങ്ങളുടെ ജയിലിൽ അടച്ചതിൽ അധികാരികൾക്ക് അഭിമാനമായിരുന്നു. പ്രോസിക്യൂട്ടർ റോബർട്ട് ടെസ്റ്റിലും ഷെരീഫ് ലില്യൻ ഹോളിയും ചേർന്ന് ഡില്ലിഞ്ചറെ ജയിലിനുള്ളിൽ നിർത്തി ഫോട്ടോകൾക്ക് പോസ്റ്റ് ചെയ്തു. ഡില്ലിഞ്ചർ ഒരു കള്ളച്ചിരിയോടെ അവരുടെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന ചിത്രം പത്രങ്ങളിൽ അച്ചടിച്ചു വന്നു. നിയമപാലകർ ഒരു കുറ്റവാളിയെ എത്ര നിസ്സാരനായാണ് കാണുന്നതെന്ന് ആ ചിത്രം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ക്രൗൺ പോയിന്റ് ജയിലിൽ ഡില്ലിഞ്ചർക്ക് കർശനമായ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ ജോൺ ഡില്ലിഞ്ചറുടെ മനസ്സിൽ രക്ഷപ്പെടാനുള്ള പദ്ധതികൾ രൂപം കൊള്ളുകയായിരുന്നു. തന്റെ പ്രശസ്തിയും ജനപ്രീതിയും അവൻ സമർത്ഥമായി ഉപയോഗിച്ചു. ശാന്തനായി പെരുമാറിയും ഉദ്യോഗസ്ഥരുമായി സൗഹൃദം സ്ഥാപിച്ചും അവൻ അവരുടെ വിശ്വാസം നേടിയെടുത്തു. ആരും പ്രതീക്ഷിക്കാത്തൊരു ദിവസത്തിനു വേണ്ടി അവൻ കാത്തിരുന്നു. അങ്ങനെ 1934 മാർച്ച് 3-ന് ഒരു ശനിയാഴ്ച രാവിലെ അമേരിക്കയെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ജോൺ ഡില്ലിഞ്ചർ ആ ചാടാൻ കഴിയാത്ത ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു. ആ ജയിൽ ചാട്ടം ഒരു ഇതിഹാസമായി മാറി. അതിനെക്കുറിച്ച് പല കഥകളും പ്രചരിച്ചു. ഡില്ലിഞ്ചർ തടികൊണ്ടൊരു തോക്കിന്റെ രൂപം കൊത്തിയുണ്ടാക്കി ഷൂ പോളിഷ് ഉപയോഗിച്ച് അതിന് കറുത്ത നിറം നൽകി ആ വ്യാജ തോക്ക് കാണിച്ച് ഗാർഡുകളെ ഭീഷണിപ്പെടുത്തിയാണ് രക്ഷപ്പെട്ടതെന്നാണ് അതിലേറ്റവും പ്രശസ്തമായ കഥ. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ അവൻ ഷെരീഫ് ലില്യൻ ഹോളിയുടെ പുത്തൻ ഫോർഡ് V8 കാറും മോഷ്ടിച്ചാണ് കടന്നുകളഞ്ഞത്. ഈ ജയിൽ ചാട്ടം ഡില്ലിഞ്ചറുടെ പ്രശസ്തിയുടെ കൊടിമുടിയേറ്റി. നിയമസംവിധാനത്തെ അവൻ വീണ്ടും പരസ്യമായി പരിഹസിക്കുകയായിരുന്നു. എന്നാൽ ആ പ്രവൃത്തി അവനൊരു വലിയ നിയമക്കുരുക്കും സമ്മാനിച്ചു. ഷെരീഫിന്റെ കാറ് മോഷ്ടിച്ച് സംസ്ഥാനത്തിന്റെ അതിർത്തി കടന്നതോടെ അവനൊരു ഫെഡറൽ കുറ്റകൃത്യം ചെയ്തിരിക്കുകയായിരുന്നു. ഇതോടെ ഡില്ലിഞ്ചറെ പിടികൂടാനുള്ള ചുമതല ഔദ്യോഗികമായി ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ അഥവാ FBI-യുടെ കൈകളിലെത്തി. FBI ഡയറക്ടർ J. എഡ്ഗർ ഹൂവർ ഇതൊരു വ്യക്തിപരമായ വെല്ലുവിളിയായി ഏറ്റെടുത്തു. അദ്ദേഹം ഡില്ലിഞ്ചറെ പബ്ലിക് എനിമി നമ്പർ 1 അഥവാ പൊതുശത്രു നമ്പർ 1 എന്ന് പ്രഖ്യാപിച്ചു. അവനെ പിടികൂടാനായി മെൽവിൻ പർവിസ് എന്ന തന്റെ ഏറ്റവും മികച്ച ഏജന്റിനെ ചുമതലപ്പെടുത്തി. പുറത്തിറങ്ങിയ ഡില്ലിഞ്ചർ ഒട്ടും സമയം കളഞ്ഞില്ല. അവൻ പുതിയൊരു സംഘത്തെ രൂപീകരിച്ചു. അതിലേറ്റവും അപകടകാരിയായ ഒരാൾ ഉണ്ടായിരുന്നു, ബേബി ഫേസ് നെൽസൺ. യഥാർത്ഥ പേര് ലെസ്റ്റർ ഗില്ലീസ് എന്നായിരുന്നെങ്കിലും കുട്ടികളെപ്പോലെയുള്ള മുഖവും ക്രൂരമായ സ്വഭാവവും കാരണം അവനു ബേബി ഫേസ് എന്ന ഇരട്ടപ്പേര് വീണു. ഡില്ലിഞ്ചരെപ്പോലെ ആയിരുന്നില്ല നെൽസൺ. അവനൊരു ദയയുമില്ലാത്ത കൊലയാളിയായിരുന്നു. ഈ പുതിയ സംഘം വീണ്ടും ബാങ്ക് കൊള്ളകൾ ആരംഭിച്ചു. സൗത്ത് ഡക്കോട്ടയിലും ആയോവയിലുമായി അവർ നിരവധി ബാങ്കുകൾ കൊള്ളയടിച്ചു. ഓരോ കൊള്ളയിലും പോലീസുമായുള്ള ഏറ്റുമുട്ടലുകൾ പതിവായി. ഷിക്കാഗോ കേന്ദ്രീകരിച്ചായിരുന്നു ഡില്ലിഞ്ചറുടെ പുതിയ പ്രവർത്തനങ്ങൾ. അവിടെ വെച്ചവൻ എവലിൻ ബില്ലി ഫ്രഷറ്റ് എന്ന യുവതിയുമായി പ്രണയിച്ചു. അവൾ ഡില്ലിഞ്ചറുടെ നിഴലായി കൂടെ ഉണ്ടായിരുന്നു. പലപ്പോഴും പോലീസിന്റെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെടാൻ അവൾ അവനെ സഹായിച്ചു. FBI ഏജന്റ് മെൽവിൻ പർവീസിന്റെ നേതൃത്വത്തിൽ ഡില്ലിഞ്ചർക്കായി രാജ്യവ്യാപകമായ തിരച്ചിൽ ആരംഭിച്ചു. പർവീസ് ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നില്ല. ആധുനികമായ അന്വേഷണ രീതികൾ ഉപയോഗിക്കുന്ന നിശ്ചയദാർഢ്യമുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. ഡില്ലിഞ്ചർ പോകുന്ന ഓരോ സ്ഥലത്തും FBI-യുടെ വല വിരിക്കപ്പെട്ടു. 1934 ഏപ്രിൽ മാസത്തിൽ വിസ്കോൺസിനിലെ ലിറ്റിൽ ബൊഹീമിയ ലോഡ്ജ് എന്നൊരു റിസോർട്ടിൽ ഡില്ലിഞ്ചറും സംഘവും വിശ്രമിക്കാനായി ഒത്തുകൂടി. ബേബി ഫേസ് നെൽസൺ, ഹോമർ വാൻ മീറ്റർ, ടോമി കെറോൾ, ജോൺ റെഡ് ഹാമിൽട്ടൺ തുടങ്ങിയവരെല്ലാം അവിടെയുണ്ടായിരുന്നു. ഈ വിവരം ഒരൊറ്റക്കാരൻ വഴി മെൽവിൻ പർവീസിന് ലഭിച്ചു. FBI ഏജന്റുമാർ ആ ലോഡ്ജ് വലയാൻ പദ്ധതിയിട്ടു. ഏപ്രിൽ 22-ന് രാത്രി പർവീസും സംഘവും ശബ്ദമുണ്ടാക്കാതെ ലോഡ്ജ് വലഞ്ഞു. എന്നാൽ
ലോഡ്ജിന്റെ കാവൽ നായ്ക്കൾ കുരയ്ക്കാൻ തുടങ്ങിയതോടെ ഡില്ലിഞ്ചർ സംഘം അപകടം മണത്തു. അവർ പുറത്തേക്ക് നോക്കിയപ്പോൾ FBI ഏജന്റുമാരെ കണ്ടു. ആ നിമിഷം അവിടെ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം സംജാതമായി. FBI ഏജന്റുമാർ തുരുതുരാ വെടിയുതിർക്കാൻ തുടങ്ങി. നിർഭാഗ്യവശാൽ ആ സമയത്ത് ലോഡ്ജിൽ നിന്ന് പുറത്തുവന്ന 3 സാധാരണക്കാരായ ആളുകൾക്ക് നേരെയാണ് ഏജന്റുമാർ ആദ്യം വെടിയുതിർത്തത്. അവരിൽ ഒരാൾ കൊല്ലപ്പെടുകയും മറ്റു 2 പേർക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തു. ഈ ബഹളത്തിനിടയിൽ ഡില്ലിഞ്ചറും സംഘത്തിലെ മറ്റുള്ളവരും കെട്ടിടത്തിന്റെ പിൻഭാഗത്തെ ജനലിലൂടെയും വാതിലിലൂടെയും ഇരുട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ബേബി ഫേസ് നെൽസൺ മാത്രം ഒറ്റയ്ക്കൊരു വീട്ടിൽ കയറി അവിടെയുള്ളവരെ ബന്ധികളാക്കി ഒരു FBI ഏജന്റിനെ കൊല്ലപ്പെടുത്തിയ ഒരു കാറുമായി രക്ഷപ്പെട്ടു. ലിറ്റിൽ ബൊഹീമിയയിലെ ആ ഓപ്പറേഷൻ FBIക്ക് വലിയ നാളക്കേടായി മാറി. പൊതുശത്രു നമ്പർ 1-നെ കയ്യിൽ കിട്ടിയിട്ട് നഷ്ടപ്പെടുത്തിയതിന് മെൽവിൻ പർവീസും J. എഡ്ഗർ ഹൂവറും ഒരുപാട് പഴികേട്ടു. എന്നാൽ ആ ഏറ്റുമുട്ടലിൽ ഡില്ലിഞ്ചർ സംഘത്തിലെ പ്രധാനിയായ ജോൺ റെഡ് ഹാമിൽട്ടണ് ഗുരുതരമായ പരിക്കേറ്റിരുന്നു. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ അവൻ മരിച്ചു. ഡില്ലിഞ്ചർ സംഘം ഛിന്നഭിന്നമാകാൻ തുടങ്ങുകയായിരുന്നു. ലിറ്റിൽ ബൊഹീമിയയിലെ ആ പരാജയം FBI-യുടെയും മെൽവിൻ പർവിസിന്റെയും ഉറക്കം കെടുത്തി. പൊതുജനങ്ങളുടെ മുന്നിലും നാച്ചാലനായ J. എഡ്ഗർ ഹൂവറുടെ മുന്നിലും അവർ നാണം കെട്ടു. ഇതോടെ ഡില്ലിഞ്ചറെ പിടികൂടുക എന്നത് അവർക്കൊരു അഭിമാന പ്രശ്നത്തിനപ്പുറം നിലനിൽപ്പിന്റെ പ്രശ്നമായി മാറി. ഹൂവർ പർവിസിന് കർശനമായ നിർദ്ദേശങ്ങൾ നൽകി. എന്തു വില കൊടുത്തും ഡില്ലിഞ്ചറെ പിടികൂടണം, ജീവനോടെയോ അല്ലാതെയോ. അതേസമയം ഡില്ലിഞ്ചർ ഒരു ഒളിപ്പോരാളിയെപ്പോലെയായിരുന്നു. ലിറ്റിൽ ബൊഹീമിയയിലെ ഏറ്റുമുട്ടലിൽ അവനും നിസാരമല്ലാത്ത പരിക്കേറ്റിരുന്നു. സംഗമങ്ങൾ ഓരോരുത്തരായി കൊല്ലപ്പെടുകയോ പിടിക്കപ്പെടുകയോ ചെയ്തതോടെ അവൻ ഒറ്റപ്പെട്ടു. കൂടെയുണ്ടായിരുന്ന കാമുകി ബില്ലി ഫ്രഷറ്റിനെ FBI നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ഡില്ലിഞ്ചറെ പുറത്തുകൊണ്ടുവരാനുള്ള ഒരു ഇരയായി അവളെ ഉപയോഗിക്കാമെന്ന് അവർ കണക്കുകൂട്ടി. തന്റെ മുഖം രാജ്യത്തെ എല്ലാ പത്രങ്ങളിലും പോലീസ് സ്റ്റേഷനുകളിലും നിറഞ്ഞിരിക്കുന്നുവെന്ന് ഡില്ലിഞ്ചർക്കറിയാമായിരുന്നു. ഈ മുഖമുമായി അധികനാൾ ഒളിവിൽ കഴിയാനാവില്ലെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ ആരും ചിന്തിക്കാത്ത ഒരു തീരുമാനത്തിലേക്ക് ഡില്ലിഞ്ചറെത്തി: തന്റെ രൂപം മാറ്റുക. അതിനായി ഷിക്കാഗോയിലെ അധോലോകവുമായി ബന്ധമുള്ള 2 ഡോക്ടർമാരെ അവൻ സമീപിച്ചു. ഡോക്ടർ വിൽഹം ലൂസറും ഡോക്ടർ ഹാരോൾഡ് കാസിനിയും. മുഖത്ത് പ്ലാസ്റ്റിക് സർജറി നടത്തി രൂപമാറ്റം വരുത്തുക, വിരലടയാളം മായ്ച്ചുകളയാൻ ആസിഡ് ഉപയോഗിക്കുക, ഇതായിരുന്നു പദ്ധതി. അതൊരു ഭയാനകമായ തീരുമാനമായിരുന്നു. 1934 മെയ് മാസത്തിൽ ഷിക്കാഗോയിലെ ഒരു ഒളിസങ്കേതത്തിൽ വെച്ച് അനസ്തേഷ്യയുടെ സഹായമില്ലാതെ ആ ശസ്ത്രക്രിയ നടന്നു. തന്റെ കവിളെല്ലുകളുടെയും താടിയെല്ലിന്റെയും ഘടനയിൽ മാറ്റം വരുത്താൻ അവൻ ആവശ്യപ്പെട്ടു. കത്തിയും മറ്റു ഉപകരണങ്ങളും ഉപയോഗിച്ച് ആ ഡോക്ടർമാർ അവന്റെ മുഖത്ത് അക്ഷരാർത്ഥത്തിൽ പണിതു. അതോടൊപ്പം ശക്തിയേറിയ ആസിഡ് ഉപയോഗിച്ച് അവന്റെ വിരലുകളിലെ ചർമ്മം പൊള്ളിച്ച് വിരലടയാളം മായ്ച്ചുകളയാൻ ശ്രമിച്ചു. ആഴ്ചകളോളം അവൻ കഠിനമായ വേദന സഹിച്ചു. മുഖം നീരുവന്നു വീർത്തു, വിരലുകൾ പഴുത്തു. എന്നാൽ ആ വേദനയെല്ലാം സഹിച്ചതിനു ശേഷവും ഫലം നിരാശാജനകമായിരുന്നു. മുഖത്ത് ചെറിയ ചില മാറ്റങ്ങൾ വന്നതല്ലാതെ ആളെ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം രൂപമാറ്റം സംഭവിച്ചില്ല. വിരലടയാളം പൂർണ്ണമായും മാഞ്ഞുപോയതുമില്ല. ജോൺ ഡില്ലിഞ്ചർ എന്ന വ്യക്തിത്വം അവന്റെ ശരീരത്തിൽ നിന്ന് മായ്ച്ചുകളയാൻ ആ ശസ്ത്രക്രിയയ്ക്ക് കഴിഞ്ഞില്ല. രൂപം മാറ്റാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെ ഡില്ലിഞ്ചർ കൂടുതൽ ശ്രദ്ധാലുവായി. അവൻ ഷിക്കാഗോയിൽ തന്നെ താഴ്ന്ന നിലയിൽ ജീവിക്കാൻ തീരുമാനിച്ചു. തന്റെ പേര് ജിമ്മി ലോറൻസ് എന്നാക്കി മാറ്റി. ഒരു സാധാരണ ഗുമസ്തനായി അവൻ അഭിനയിച്ചു. ഈ സമയത്താണ് അവൻ പോളി ഹാമിൽട്ടൺ എന്നൊരു യുവതിയെ പരിചയപ്പെടുന്നത്. അവളോടൊപ്പം ഒരു വാടക വീട്ടിൽ അവൻ താമസം തുടങ്ങി. പോളിക്കു തന്റെ കാമുകൻ അമേരിക്കയിലെ ഏറ്റവും വലിയ പിടികിട്ടാപ്പുള്ളിയാണെന്ന് അറിയില്ലായിരുന്നു. പോളി ഹാമിൽട്ടന് ഒരു സുഹൃത്തുണ്ടായിരുന്നു, അന്ന സേജ്, റൊമാനിയൻ സ്ത്രീ. ഷിക്കാഗോയിൽ വേശ്യാലയങ്ങൾ നടത്തിയിരുന്ന അന്ന നിയമത്തിന്റെ കണ്ണിലെ കരടായിരുന്നു. അനധികൃതമായി അമേരിക്കയിൽ കുടിയേറിയവളായതുകൊണ്ട് അവളെ റൊമാനിയയിലേക്ക് തിരിച്ചയക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. എങ്ങനെയും അമേരിക്കയിൽ തുടർന്നുപോകാൻ വഴികൾ തേടി നടക്കുകയായിരുന്നു അന്ന സേജ്. ഈ സമയത്താണ് പോളിയുടെ കൂടെ താമസിക്കുന്ന ജിമ്മി ലോറൻസ് എന്ന ചെറുപ്പക്കാരനെ അവൾ ശ്രദ്ധിക്കുന്നത്. അവന്റെ പെരുമാറ്റത്തിലെ ദുരൂഹതയും അവനെപ്പോഴും പണം കയ്യിൽ കൊണ്ടു നടക്കുന്നതും അവളിൽ സംശയമുണർത്തി. പത്രങ്ങളിൽ വരുന്ന ഡില്ലിഞ്ചറുടെ ചിത്രങ്ങളുമായി അവൾ അവനെ താരതമ്യം ചെയ്തു. അത് ജോൺ ഡില്ലിഞ്ചർ തന്നെയാണെന്ന് അവൾ ഉറപ്പിച്ചു. തന്റെ മുന്നിൽ ഒരു സുവർണാവസരം തുറന്നുകിട്ടിയതായി അവൾ തിരിച്ചറിഞ്ഞു. ഡില്ലിഞ്ചറെ ഒറ്റിക്കൊടുത്താൽ അവനെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് സർക്കാർ വാഗ്ദാനം ചെയ്ത വലിയൊരു തുക പാരിതോഷികം ലഭിക്കും.
അതോടൊപ്പം തന്റെ നാടുകടത്തലിൽ നിന്നുള്ള ഇളവും ഒരുപക്ഷേ കഴിയുമായിരിക്കാം. അന്ന സേജ് ഒട്ടും താമസിച്ചില്ല. അവൾ FBI ഏജന്റ് മെൽവിൻ പർവിസുമായി രഹസ്യമായി ബന്ധപ്പെട്ടു. ഡില്ലിഞ്ചറെ തനിക്ക് കാട്ടിക്കൊടുക്കാൻ കഴിയുമെന്നും പകരം പാരിതോഷികവും നാടുകടത്തലിൽ നിന്നുള്ള ഇളവും വേണമെന്നും അവൾ ആവശ്യപ്പെട്ടു. പർവിസിന് അത് വിശ്വസിക്കാനായില്ല. പക്ഷേ മറ്റൊരു വഴിയും മുന്നിലില്ലാതിരുന്നതുകൊണ്ട് അയാൾ ആ വാഗ്ദാനം സ്വീകരിക്കാൻ തീരുമാനിച്ചു. ഒരു കെണിയൊരുങ്ങി. ഡില്ലിഞ്ചറെയും പോളിയെയും കൂട്ടി സിനിമയ്ക്കു പോകാമെന്ന് അന്ന സേജ് പദ്ധതിയിട്ടു. ഏത് തിയേറ്റർ, ഏത് സിനിമ എന്നതൊന്നും അവർ മുൻകൂട്ടി തീരുമാനിച്ചില്ല. ഡില്ലിഞ്ചർ സംശയിക്കാതിരിക്കാനായിരുന്നു അത്. FBI ഏജന്റുമാർക്ക് എന്നെ എളുപ്പത്തിൽ തിരിച്ചറിയാനായി താൻ ചുവന്ന നിറത്തിലുള്ള ഒരു വസ്ത്രം ധരിക്കാമെന്ന് അന്ന സേജ് പർവീസിനോട് പറഞ്ഞു. അങ്ങനെയാണ് ചരിത്രത്തിൽ അവൾ ചുവന്നുടുത്ത സ്ത്രീ അഥവാ ദ വുമൺ ഇൻ റെഡ് എന്നറിയപ്പെടാൻ തുടങ്ങിയത്. യഥാർത്ഥത്തിൽ അവൾ ഓറഞ്ച് നിറത്തിലുള്ള ഒരു സ്കർട്ടായിരുന്നു ധരിച്ചിരുന്നെങ്കിലും അന്നത്തെ തെരുവുവിളക്കുകളുടെ വെളിച്ചത്തിൽ അത് ചുവപ്പായി തോന്നി. 1934 ജൂലൈ 22 ഒരു ഞായറാഴ്ച. ഷിക്കാഗോയിൽ അസഹനീയമായ ചൂടുള്ള ഒരു ദിവസമായിരുന്നു അത്. വൈകുന്നേരം സിനിമയ്ക്കു പോകാമെന്ന അന്നയുടെ നിർദ്ദേശം ഡില്ലിഞ്ചർ അംഗീകരിച്ചു. നഗരത്തിലെ ലിങ്കൺ അവന്യൂവിലുള്ള ബയോഗ്രാഫ് തിയേറ്ററിലേക്ക് പോകാൻ അവർ തീരുമാനിച്ചു. ക്ലാർക്ക് ഗേബിൾ അഭിനയിച്ച മാൻഹാറ്റൻ മെലോഡ്രാമ എന്ന സിനിമയായിരുന്നു അവിടെ കളിച്ചിരുന്നത്. ഒരു കുറ്റവാളിയുടെ ജീവിതം പറയുന്ന, അവസാനം നിയമത്തിനു മുന്നിൽ അയാൾക്ക് കീഴടങ്ങേണ്ടി വരുന്ന ഒരു കഥ. തന്റെ ജീവിതത്തോടെ ഏറെ സാമ്യമുള്ള ഒരു സിനിമ കാണാനാണ് താൻ പോകുന്നതെന്ന് ഒരുപക്ഷെ ഡില്ലിഞ്ചർ ഓർത്തിരുന്നില്ല. അന്ന സേജ്, പോളി ഹാമിൽട്ടൺ, പിന്നെ ജിമ്മി ലോറൻസ് എന്ന വ്യാജപേരിലുള്ള ജോൺ ഡില്ലിഞ്ചറും ആ തിയേറ്ററിലേക്ക് നടന്നു. അവർക്കു ചുറ്റും സാധാരണക്കാരായി വേഷം മാറി മെൽവിൻ പർവിസിന്റെ നേതൃത്വത്തിലുള്ള FBI ഏജന്റുമാർ തങ്ങളുടെ ഇരയെക്കാത്ത് വലവിരിച്ചിരുന്നു. രാത്രി ഏകദേശം 8:30 ജോൺ ഡില്ലിഞ്ചർ, പോളി ഹാമിൽട്ടൺ, അന്ന സേജ് എന്നിവർ ബയോഗ്രാഫ് തിയേറ്ററിന്റെ പ്രവേശന കവാടത്തിലൂടെ അകത്തേക്ക് കടന്നു. അന്ന സേജ് തിരിഞ്ഞ് മെൽവിൻ പർവിസിനെ നോക്കി ചെറുതായി തലയാട്ടി. അത് അടയാളമായിരുന്നു. ഇര വലയിലായി എന്നതിന്റെ അടയാളം. പർവീസ് തന്റെ ചുണ്ടിൽ ഒരു സിഗാർ വെച്ച് കത്തിച്ചു. പുറത്ത് കാത്തുനിൽക്കുന്ന FBI ഏജന്റുമാർക്കുള്ള നിർദ്ദേശം അതായിരുന്നു: ഡില്ലിഞ്ചർ തിയേറ്ററിനുള്ളിലുണ്ട്. അവൻ പുറത്തിറങ്ങുമ്പോൾ തയ്യാറായിരിക്കുക. തിയേറ്ററിന്റെ ഉള്ളിലും പുറത്തും സാധാരണക്കാരായി വേഷം ധരിച്ച 20ഓളം FBI ഏജന്റുമാരും ഷിക്കാഗോ പോലീസിലെ ഉദ്യോഗസ്ഥരും നിലയുറപ്പിച്ചു. ഓരോ നിമിഷവും അവർക്ക് യുഗങ്ങൾ പോലെ തോന്നി. തിയേറ്ററിന്റെ വാതിലുകൾ, അടുത്തുള്ള കടകളുടെ മറവ്, വഴിയരികിൽ പാർക്ക് ചെയ്ത കാറുകൾ, അങ്ങനെ ഓരോ മൂലയിലും നിയമം കാത്തിരുന്നു. ഡില്ലിഞ്ചർ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല. മെൽവിൻ പർവീസ് എല്ലാ ഏജന്റുമാർക്കും കർശനമായ നിർദ്ദേശം നൽകിയിരുന്നു. അവനോട് കീഴടങ്ങാൻ ആവശ്യപ്പെടരുത്. കണ്ടാലുടൻ വെടിവെക്കുക. ലിറ്റിൽ ബൊഹീമിയയിൽ പറ്റിയ തെറ്റ് ആവർത്തിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. അകത്ത് തണുത്ത എയർ കണ്ടീഷൻ ചെയ്ത തിയേറ്ററിലിരുന്ന് ഡില്ലിഞ്ചർ സിനിമ കാണുകയായിരുന്നു. തന്റെ ജീവിതത്തിന്റെ അവസാന മണിക്കൂറുകളാണ് കടന്നുപോകുന്നതെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. പുറത്ത് തനിക്കുവേണ്ടി മരണം കാത്തിരിക്കുന്നുണ്ടെന്നും അവൻ അറിഞ്ഞില്ല. മാൻഹട്ടൻ മെലോഡ്രാമയിലെ നായകന്റെ കഥ അവനെ എന്തുമാത്രം സ്വാധീനിച്ചു എന്നറിയില്ല. സിനിമയുടെ അവസാനം നിയമത്തിന് കീഴടങ്ങുന്ന നായകനെപ്പോലെ ഒരു ജീവിതം ഒരുപക്ഷെ അവനും ആഗ്രഹിച്ചിട്ടുണ്ടാവാം. രാത്രി 10:30 സിനിമ അവസാനിച്ചു. ആളുകൾ ഓരോരുത്തരായി പുറത്തേക്കിറങ്ങാൻ തുടങ്ങി. ഡില്ലിഞ്ചറും പോളിയും അന്നയും ജനക്കൂട്ടത്തോടൊപ്പം പുറത്തേക്ക് നടന്നു. തിയേറ്ററിന്റെ വെളിച്ചത്തിൽ നിന്ന് തെരുവിലെ അരണ്ട വെളിച്ചത്തിലേക്ക് അവർ കാലെടുത്തുവെച്ച നിമിഷം പർവീസ് തന്റെ സിഗാർ താഴെയിട്ടു. ആ നിമിഷത്തിനായി കാത്തിരുന്ന ഏജന്റുമാർ ജാഗരൂകരായി. അന്ന സേജ് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഡില്ലിഞ്ചറിൽ നിന്നും അല്പം അകന്നുമാറി. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് മെൽവിൻ പർവീസ് മുന്നോട്ടു വന്നു. "നിൽക്ക ജോൺ" എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആ ശബ്ദം കേട്ടതും ഡില്ലിഞ്ചർ ഞെട്ടിത്തിരിഞ്ഞു. താൻ ചതിക്കപ്പെട്ടുവെന്ന് ആ നിമിഷം അവൻ തിരിച്ചറിഞ്ഞു. തന്റെ കണ്ണുകൾ ചുറ്റും പാഞ്ഞു. തോക്കുകളുമായി തന്നെ വലഞ്ഞിരിക്കുന്ന ഏജന്റുമാരെ അവൻ കണ്ടു. ഒരു നിമിഷം പോലും ചിന്തിച്ചു നിൽക്കാതെ അവൻ തന്റെ അരയിൽ സൂക്ഷിച്ചിരുന്ന കോൾട്ട് പിസ്റ്റലിനായി കൈനീട്ടി. അതോടൊപ്പം രക്ഷപ്പെടാനായി അടുത്തുള്ള ഒരു ഇടവഴിയെ ലക്ഷ്യമാക്കി അവൻ ഓടാൻ ശ്രമിച്ചു. പക്ഷേ അതിനവൻ അവസരം ലഭിച്ചില്ല. FBI ഏജന്റുമാരായ ചാൾസ് വിൻസ്റ്റേഡ്, ക്ലാരൻസ് ഹേർട്ട്, ഹെർമൻ ഹോളിസ് എന്നിവർ ഒരേ സമയം അവന് നേരെ വെടിയുതിർത്തു. 4 വെടിയുണ്ടകൾ അവന്റെ ശരീരത്തിൽ തുളച്ചുകയറി. അതിലൊന്ന് കഴുത്തിന്റെ പിൻഭാഗത്തുകൂടി തുളച്ചുകയറി കണ്ണിനടിയിലൂടെ പുറത്തേക്ക് വന്നു. ആ ഒരൊറ്റ വെടിയുണ്ട മാരകമായിരുന്നു. വെടിയേറ്റ് ഡില്ലിഞ്ചർ മുഖമടിച്ച് ആ ഇടവഴിയുടെ നിലത്തേക്ക് വീണു.
അമേരിക്കയെ വിറപ്പിച്ച പൊതുശത്രു നമ്പർ 1 ജീവിതം ആ ഷിക്കാഗോയിലെ തെരുവിൽ അവസാനിക്കുകയായിരുന്നു. അവന്റെ കയ്യിൽ നിന്ന് തെറിച്ചുപോയ തോക്ക് അപ്പോഴും നിലത്ത് കിടക്കുകയായിരുന്നു. ആൾക്കൂട്ടം പരിഭ്രാന്തരായി ഓടി. പോലീസ് ഉടൻ തന്നെ പ്രദേശം വലഞ്ഞു. നിലത്ത് രക്തത്തിൽ കുളിച്ചുകിടക്കുന്ന ഡില്ലിഞ്ചറുടെ ശരീരം കാണാൻ ആളുകൾ തടിച്ചുകൂടി. ചിലർ തങ്ങളുടെ തൂവലുകൾ അവന്റെ രക്തത്തിൽ മുക്കി ഒരു ഓർമ്മചിഹ്നമായി സൂക്ഷിക്കാൻ ശ്രമിച്ചു. പോലീസിന് അവരെ നിയന്ത്രിക്കാൻ പാടുപെട്ടേണ്ടി വന്നു. മിനിറ്റുകൾക്കുള്ളിൽ ജോൺ ഡില്ലിഞ്ചറുടെ മരണം സ്ഥിരീകരിക്കപ്പെട്ടു. അമേരിക്കൻ നിയമചരിത്രത്തിലെ ഒരു വലിയ അധ്യായത്തിന് അവിടെ തിരശ്ശീല വീണു. ജെ. എഡ്ഗർ ഹൂവറിനും FBI-ക്കും അതൊരു വലിയ വിജയമായിരുന്നു. തങ്ങളുടെ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ ആ സംഭവം സഹായിച്ചു. മേൽവിൻ പർവീസ് ഒരു നാഷണൽ ഹീറോ ആയി മാറി. ചുവന്ന പുടത്ത സ്ത്രീ അന്ന സേജിന് സർക്കാർ വാഗ്ദാനം ചെയ്ത പാരിതോഷികത്തിന്റെ ഒരു ഭാഗം ലഭിച്ചു. പക്ഷേ അവളുടെ നാടുകടത്തൽ ഒഴിവാക്കാനുള്ള വാക്ക് പാലിക്കപ്പെട്ടില്ല. 1 വർഷത്തിനു ശേഷം അവളെ റൊമേനിയയിലേക്ക് തിരിച്ചയച്ചു. ജോൺ ഡില്ലിഞ്ചറുടെ മൃതദേഹം ഇന്ത്യാനയിലേക്ക് കൊണ്ടുപോയി. ക്രൗൺ ഹിൽ സെമിറ്റേറിയിൽ അവന്റെ അമ്മയുടെ കല്ലറയ്ക്കടികായി അവനെ അടക്കം ചെയ്തു. ആ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് ആളുകളാണ് എത്തിയത്. അവനെ ഒരു കുറ്റവാളിയായി കണ്ടവരും ഒരു വീരനായി കണ്ടവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ജോൺ ഡില്ലിഞ്ചറുടെ മരണം അമേരിക്കൻ നിയമപാലകർക്ക് ഒരു വലിയ ആഘോഷമായിരുന്നു. എന്നാൽ അമേരിക്കൻ ജനതയുടെ പ്രതികരണം സമ്മിശ്രമായിരുന്നു. ഒരു വിഭാഗം ആളുകൾക്ക് അവൻ ക്രൂരനായ ഒരു കൊള്ളക്കാരനും കൊലപാതകിയുമായിരുന്നു, നിയമവാഴ്ചയെ വെല്ലുവിളിച്ച സമൂഹത്തിനു ഭീഷണിയായ ഒരുവൻ. എന്നാൽ മറ്റൊരു വിഭാഗത്തിന് അവൻ വ്യവസ്ഥിതിയോടുള്ള പ്രതിഷേധത്തിന്റെ പ്രതീകമായിരുന്നു. സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഇരുണ്ട നാളുകളിൽ സാധാരണക്കാരന്റെ സമ്പാദ്യം കവർന്ന ബാങ്കുകളെ കൊള്ളയടിച്ചപ്പോൾ അവനെ ഒരു നായകനായി കണ്ടവർ ഏറെയുണ്ടായിരുന്നു. അവന്റെ മരണവാർത്തയെറിഞ്ഞ് പലരും ദുഃഖിച്ചു. ഒരുപക്ഷേ ഒരു നല്ല ജീവിതം തിരഞ്ഞെടുക്കാൻ അവസരം ലഭിക്കാതെ പോയ ഒരു ചെറുപ്പക്കാരനായി അവർ അവനെ കണ്ടിരിക്കാം. ഡില്ലിഞ്ചറുടെ മരണത്തോടെ അവന്റെ കഥ അവസാനിച്ചില്ല. അവനെക്കുറിച്ചുള്ള കഥകളും മിത്തുകളും പതിറ്റാണ്ടുകളോളം നിലനിന്നു. അതിലേറ്റവും പ്രധാനം ബയോഗ്രാഫ് തിയേറ്ററിനു മുന്നിൽ വെച്ച് കൊല്ലപ്പെട്ടത് ജോൺ ഡില്ലിഞ്ചർ ആയിരുന്നില്ല എന്ന വാദമാണ്. കൊല്ലപ്പെട്ടത് ജിമ്മി ലോറൻസ് എന്ന ഡില്ലിഞ്ചറുമായി രൂപസാദൃശ്യമുള്ള ഒരു സാധാരണക്കാരനായിരുന്നുവെന്നും യഥാർത്ഥ ഡില്ലിഞ്ചർ ശസ്ത്രക്രിയയിലൂടെ രൂപം മാറി മറ്റൊരിടത്ത് പുതിയൊരു ജീവിതം ആരംഭിച്ചുവെന്നും വിശ്വസിക്കുന്നവരുണ്ട്. ഈ വാദത്തിന് അവർ പല കാരണങ്ങളും നിരത്തി. കൊല്ലപ്പെട്ടയാളുടെ കണ്ണിന്റെ നിറം ഡില്ലിഞ്ചറിന്റേതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു, ശരീരത്തിൽ പഴയ മുറിപ്പാടുകളുണ്ടായിരുന്നില്ല, ഉയരത്തിലും വ്യത്യാസമുണ്ടായിരുന്നുവെന്നൊക്കെ അവർ വാദിച്ചു. ഡില്ലിഞ്ചറുടെ അച്ഛൻ പോലും മൃതദേഹം കണ്ടപ്പോൾ ഇത് തന്റെ മകനാണോ എന്ന് സംശയം പ്രകടിപ്പിച്ചതായി പറയപ്പെടുന്നു. FBI തങ്ങളുടെ പരാജയം മറച്ചുവയ്ക്കാനും ഒരു വിജയം സൃഷ്ടിക്കാനും വേണ്ടി നടത്തിയ ഒരു നാടകമായിരുന്നു ആ കൊലപാതകമെന്നുവരെ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളുണ്ടായി. വർഷങ്ങൾക്ക് ശേഷം 2019-ൽ ഈ സംശയങ്ങൾ ദൂരീകരിക്കാനായി ഡില്ലിഞ്ചറുടെ കുടുംബാംഗങ്ങൾ അവന്റെ മൃതദേഹം കല്ലറയിൽ നിന്ന് പുറത്തെടുത്ത് DNA പരിശോധന നടത്താൻ അനുമതി തേടിയിരുന്നു. എന്നാൽ നിയമപരമായ നൂലാമാലകൾ കാരണം ആ ശ്രമം നടന്നില്ല. അങ്ങനെ ബയോഗ്രാഫ് തിയേറ്ററിന് മുന്നിൽ വീണത് ആര് എന്ന ചോദ്യം ഒരു നിഗൂഢതയായി ഇന്നും അവശേഷിക്കുന്നു. ഡില്ലിഞ്ചറുടെ മരണത്തോടെ അവന്റെ സംഘത്തിലെ മറ്റുള്ളവരുടെ വിധിയും ഏകദേശം തീരുമാനിക്കപ്പെട്ടിരുന്നു. പൊതുശത്രുക്കളുടെ പട്ടികയിൽ ഡില്ലിഞ്ചറിന് ശേഷം 1-ാം സ്ഥാനത്തെത്തിയത് ബേബി ഫേസ് നെൽസനായിരുന്നു. 1934 നവംബറിൽ ഷിക്കാഗോയ്ക്ക് സമീപമുള്ള ബാരിങ്ടണിൽ വെച്ച് FBI ഏജന്റുമാരുമായി നടന്ന ഒരു ഘോരമായ ഏറ്റുമുട്ടലിൽ നെൽസൺ കൊല്ലപ്പെട്ടു. ദ ബാറ്റിൽ ഓഫ് ബാരിങ്ടൺ എന്നറിയപ്പെട്ട ആ ഏറ്റുമുട്ടലിൽ 2 FBI ഏജന്റുമാരെ കൊലപ്പെടുത്തിയ ശേഷമാണ് നെൽസൺ വെടിയേറ്റു വീണത്. ഡില്ലിഞ്ചർ സംഘത്തിലെ മറ്റൊരു പ്രധാനിയായ ഹോമർ വാൻ മീറ്റർ 1934 ഓഗസ്റ്റിൽ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. ഒരു കാലത്ത് അമേരിക്കയെ വിറപ്പിച്ച ആ കൊള്ളസംഘത്തിലെ ഓരോ കണ്ണിയും നിയമത്തിന്റെ മുന്നിലോ തോക്കിന്റെ മുന്നിലോ തങ്ങളുടെ ജീവിതം അവസാനിപ്പിച്ചു. കുറ്റകൃത്യങ്ങളുടെ പാത തിരഞ്ഞെടുത്താൽ അതിന്റെ അവസാനം എപ്പോഴും ദുരന്തപൂർണമായിരിക്കുമെന്ന് അവരുടെ ജീവിതം ഓർമ്മിപ്പിച്ചു. ജോൺ ഡില്ലിഞ്ചറുടെ ജീവിതം അമേരിക്കയുടെ ചരിത്രത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. അവന്റെ കുറ്റകൃത്യങ്ങൾ, പ്രത്യേകിച്ച് സംസ്ഥാന അതിർത്തികൾ കടന്നുള്ള കൊള്ളകൾ, അമേരിക്കയിലെ നിയമപാലന സംവിധാനത്തിന്റെ പരിമിതികൾ തുറന്നുകാട്ടി. അതുവരെ സംസ്ഥാന പോലീസുകൾക്ക് അവരുടേതായ അധികാരപരിധിക്കുള്ളിൽ മാത്രമേ പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഈ പഴുതു മുതലാക്കിയാണ് ഡില്ലിഞ്ചറും സംഘവും രക്ഷപ്പെട്ടിരുന്നത്. ഈ പ്രശ്നം പരിഹരിക്കാനായി ഫെഡറൽ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. ബാങ്ക് കൊള്ള ഒരു ഫെഡറൽ കുറ്റകൃത്യമാക്കി മാറ്റി. ഇതോടെ സംസ്ഥാന അതിർത്തികൾ കടന്ന് അന്വേഷണം നടത്താനും കുറ്റവാളികളെ പിന്തുടരാനും FBI-ക്ക് പൂർണ്ണ അധികാരം ലഭിച്ചു.
ജെ. എഡ്ഗർ ഹൂവറുടെ നേതൃത്വത്തിൽ FBI ഒരു ശക്തമായ ദേശീയ അന്വേഷണ ഏജൻസിയായി വളർന്നതിന്റെ പിന്നിലെ പ്രധാന കാരണങ്ങളിലൊന്നായിരുന്നു ഡില്ലിഞ്ചർ യുഗം. വെറുമൊരു കുറ്റവാളി എന്നതിലുപരി ജോൺ ഡില്ലിഞ്ചർ ഒരു സാംസ്കാരിക പ്രതിഭാസമായി മാറി. അവന്റെ ജീവിതം നിരവധി പുസ്തകങ്ങൾക്കും സിനിമകൾക്കും പ്രചോദനമായി. പൊതുശത്രു എന്ന ആശയം അമേരിക്കൻ ജനതയുടെ മനസ്സിൽ പതിഞ്ഞത് ജോൺ ഡില്ലിഞ്ചറിലൂടെയാണ്. ധീരനായ, നിയമത്തെ ഭയക്കാത്ത, സ്ത്രീകളുടെ പ്രിയങ്കരനായ ഒരു കൊള്ളക്കാരന്റെ ചിത്രം അവനിൽ പലരും കണ്ടു. അവന്റെ സ്റ്റൈലും പെരുമാറ്റവും അതിവേഗ കാറുകളോടുള്ള പ്രണയവുമെല്ലാം അവനൊരു റൊമാന്റിക് പരിവേഷം നൽകി. എന്നാൽ ഈ വീരപരിവേഷത്തിനപ്പുറം അവന്റെ കൈകൾ കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടവരും ജീവിതം തകർന്നവരുമുണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യം പലപ്പോഴും വിസ്മരിക്കപ്പെട്ടു. ചരിത്രത്തിന്റെ താളുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ജോൺ ഡില്ലിഞ്ചർ ആരായിരുന്നു എന്ന ചോദ്യത്തിന് ഒരുത്തരമേയുള്ളൂ. അവന്റെ കാലഘട്ടത്തിന്റെ സൃഷ്ടിയായിരുന്നു. സാമ്പത്തികമായി തകർന്ന ഒരു രാജ്യത്ത് അനീതിയും ദാരിദ്ര്യവും കണ്ടുവളർന്ന ഒരു ചെറുപ്പക്കാരൻ. ഒരുപക്ഷെ തന്റെ ജീവിതത്തിലെ ആദ്യത്തെ തെറ്റിന് അർഹിച്ചതിലും വലിയ ശിക്ഷ ലഭിച്ചപ്പോൾ നിയമത്തോടുള്ള അവന്റെ അവസാന വിശ്വാസവും നഷ്ടപ്പെട്ടിരിക്കാം. ജയിൽവാസം അവനെ ഒരു നല്ല മനുഷ്യനാക്കുന്നതിനു പകരം കൂടുതൽ അപകടകാരിയായ ഒരു കുറ്റവാളിയാക്കി മാറ്റി. അവൻ തിരഞ്ഞെടുത്ത പാത തെറ്റായിരുന്നു. ആ പാത അവനെ മരണത്തിലേക്കാണ് നയിച്ചതും. എങ്കിലും ഒരു സാധാരണ കർഷകന്റെ മകനായി ജനിച്ച് ഒരു വർഷം കൊണ്ട് അമേരിക്കൻ ഭരണകൂടത്തെ വിറപ്പിച്ച് ചരിത്രത്തിൽ തന്റേതായ ഒരിടം കണ്ടെത്തിയ ജോൺ ഡില്ലിഞ്ചറുടെ കഥ ശരിതെറ്റുകളുടെ അതിർവരമ്പുകൾ മാഞ്ഞുപോകുമ്പോൾ ഒരു സമൂഹം എങ്ങനെയാണ് നായകന്മാരെയും പ്രതിനായകന്മാരെയും സൃഷ്ടിക്കുന്നത് എന്നതിന്റെ എക്കാലത്തെയും വലിയ ഉദാഹരണങ്ങളിലൊന്നായി നിലകൊള്ളുന്നു. 20-ാം നൂറ്റാണ്ടിലെ അമേരിക്കൻ ഇതിഹാസങ്ങളിലെ ആ ഇരുണ്ട അധ്യായം ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു യാത്രയുമായി വീണ്ടും കാണുന്നതുവരെ നമസ്കാരം.